ഇവിടെ ഭയങ്കര പട്ടികുരിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ, എല്ലാവർക്കും വളരെ എളുപ്പത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള നെയിൽ ഡിസൈനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് എല്ലാ നെയിലും അസറ്റോൺ വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റുവാണ് പഴയ നെയിൽ പോളിഷൊക്കെ. ശേഷം ഞാൻ ഒന്ന് വെള്ളത്തിൽ കഴുകാറുണ്ട്. പൊതുവേ ആരും അങ്ങനെ കഴുകാറില്ല. കോട്ടൺ വെച്ച് ഡയറക്റ്റ് അങ്ങ് തുടയ്ക്കുന്നു, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് മിക്കവാറും ചെയ്യുന്നത്. പക്ഷേ അസറ്റോണിൻ്റെ അംശം മുഴുവൻ നെയിലിൽ നിന്ന് പോകാൻ വേണ്ടി ഞാൻ നന്നായിട്ടങ്ങ് ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ ആ അസറ്റോൺ അവിടെ നെയിൽ പോളിഷിൻ്റെ അണ്ടറിലിരുന്ന് നെയിൽ ഡാമേജ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് യെല്ലോയിഷിലേക്ക് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ തന്നെ നെയിൽ പോളിഷ് ഇട്ടാൽ നല്ല യെല്ലോയിഷ് വരാറുണ്ട് കണ്ടിന്യൂസ് ഇടുന്നവർക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ആ ഒരു അസറ്റോൺ കംപ്ലീറ്റ് നമ്മുടെ ഫിംഗറിൽ നിന്ന് നെയിലിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നെയിൽ പോളിഷ് ഇടുവാണ്. ഞാൻ പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നെയിലിൽ ആ മോയ്സ്ചറൈസറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ നെയിൽ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു ക്ലോത്ത് വെച്ച് തുടച്ചിട്ട് നെയിൽ പോളിഷ് ഇടുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഞാൻ മെനിക്യൂറൊക്കെ ചെയ്ത് സെറ്റാക്കിയ കൈകളാണ്. എല്ലാ ഫിംഗറിലും ഇട്ടിട്ട് ഇത് ഞാൻ തുടങ്ങുവാണ്. കണ്ടോ? അപ്പോൾ കണ്ടു നോക്കാം. വേറെയും ഡിസൈനൊക്കെ വരുന്നുണ്ട്. വേറെയും ഒരുപാട് വർക്കുകൾ ഞാൻ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ മെനിക്യൂറൊക്കെ ചെയ്തിട്ട് നമുക്കിങ്ങനെ സിമ്പിൾ ഡിസൈൻസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് നോക്കിയിട്ട് തനിയെ ഡിസൈൻസൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഭയങ്കര പട്ടികുരിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ല.